വിവാഹം കഴിഞ്ഞിട്ട് 20-ലധികം വർഷം കഴിഞ്ഞു. മൂത്ത കുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞു. മാനസിക പ്രശ്നമുണ്ട്, ദിവസവും ഫിക്സ് വരും. എൻ്റെ പ്രശ്നം, ഭർത്താവ് ആദർശക്കാരനാണ്, എന്നും വീട്ടിൽ പ്രശ്നമാണ്. വീട്ടിൻ്റെ കുറ്റിയടിക്കുമ്പോൾ ഈ വന്ന ഉസ്താദിനോട് എൻ്റെ ഒപ്പം ആദർശക്കാരനാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ എന്ത് പ്രശ്നമുണ്ടായാലും ഇതിനായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ എന്താണ്, ഏത് പ്രശ്നത്തിലേക്കും അന്ന് കുറ്റിയടിക്കുമ്പോൾ തുടങ്ങിയതല്ലേ പ്രശ്നം എന്ന് പറയും. ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിൽ പ്ലേറ്റ് പൊട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ എല്ലാ പ്രശ്നവും ഇതിലേക്ക് കണക്ട് ചെയ്ത് ആണ് പറയാം. എന്നോട് സ്നേഹം പ്രകടിപ്പിക്കില്ല. ഇപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ സംസാരങ്ങളും മറ്റൊക്കെ മാറുന്ന സാഹചര്യമുണ്ട്. ബുദ്ധിപൂർവ്വം ഇസ്ലാമികമായി ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചുരുക്കം. ഇതിപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആദർശപരമായിട്ടുള്ള വിയോജിപ്പുകളുടെ പ്രായോഗികതയാണ് ഈ സഹോദരി ചോദിക്കുന്നത്. കാരണം ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സൗജീയത്ത് എന്ന് പറയുമ്പോൾ പരസ്പരം എല്ലാ കാര്യങ്ങളിലും ഒരേ ആദർശത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമ്പോഴാണല്ലോ യോജിപ്പുണ്ടാവുക. ഇതിപ്പോൾ വീട്ടിലെ ഭക്ഷണമാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും എന്ത് ചെയ്യണം, അവർക്ക് യോജിക്കാൻ പറ്റണം. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് പൊതുവെ ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളിലൊക്കെ ഭർത്താവിൻ്റെ താല്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ താല്പര്യത്തിലേക്ക് അവർക്ക് മാറാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ചിലവഴിക്കുന്നിടത്ത് കുറച്ചൊരു നിയന്ത്രണ ആളാണ് ഭർത്താവ് എന്നുണ്ടെങ്കിൽ ഭാര്യയും ചിലപ്പോൾ അതേ നിയന്ത്രണത്തിലേക്ക് വരും. മനസ്സിലെ കുറച്ച് നന്നായി ചിലവഴിക്കുന്ന ആളാണെങ്കിൽ ഭാര്യയും അതുപോലെ ആവും. അതേപോലെ തന്നെ ഭാര്യ നല്ല വൃത്തിബോധമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ എന്ത് ചെയ്യും, ഭർത്താവും അതേ വൃത്തിബോധത്തിലേക്ക് വരും. ഇങ്ങനെ നമുക്ക് സഹകരിക്കാവുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമ്മളൊരു മനസ്സും ഒരേ കാഴ്ചപ്പാടുമാകുന്നത് തന്നെയാണ് മുന്നോട്ട് പോകാൻ നല്ലത്. കാരണം നമ്മുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒന്നാകുമ്പോഴാണല്ലോ നമ്മുടെ മക്കളെ നമുക്ക് ഒരു ഐക്യത്തോടു കൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുക. രണ്ട് കാഴ്ചപ്പാടുകളുള്ളവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ യോജിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കുടുംബം എന്നും കലാപമായി പോകും. പക്ഷെ അവിടെ ആദർശപരമായ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭർത്താവിന് വേണ്ടി ഭാര്യക്കോ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ ഉദാഹരണം തന്നെ വീട് കുടിയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പാല് കാച്ചുക. നമുക്ക് തന്നെ അറിയാൻ പറ്റുമോ പാല് കാച്ചുക എന്ന് പറയുമ്പോൾ എന്താ, ആ പാല് തിളച്ച് എന്ത് ചെയ്യണം, ചിന്തിപ്പോണമെന്നാണ്. ഒരു മിനിമം ഇസ്ലാമിക മര്യാദയുടെ ഒരാൾക്ക് അറിയാലോ എന്ത്, ഒരു ഭക്ഷണ സാധനം നമ്മൾ ബോധപൂർവം എന്ത് ചെയ്യാൻ പറ്റൂല, കളയാൻ പറ്റൂല. എന്നിട്ട് നമ്മളൊരു വീടിൻ്റെ ആദ്യത്തെ പാചകം നമ്മൾ നിർവഹിക്കുന്നത് എന്താണ്, ഇസ്ലാമിക പാചകങ്ങളുടെ മര്യാദകളെ ലംഘിച്ചിട്ടാണ്. അതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ഒരു നന്മയല്ല, അത് പൈശാചികാണ്. ശരി, ഈ കുറ്റി എന്ന് പറയുന്ന ഒരു പിശാച് വീടിലെന്നും നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിനുള്ള പരിഹാരമാണ് ഈ കുറ്റൂസൻ, അതാണ് ഈ കുറ്റി പൂജയാണ്. ശരി, അപ്പോൾ ഇത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യണതല്ല, എല്ലാ മതസ്ഥരും ചെയ്യും. ഇത് ഹൈന്ദവ വിശ്വാസങ്ങളെന്നും കാര്യങ്ങളെന്നും ഒക്കെ കടന്നു വന്നിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് ചെയ്യണ ഒരാളിൽ ഒരു അല്പം ഇസ്ലാമിക ബോധം ഉണ്ടെങ്കിൽ ഈ പാലൊക്കെ ഇത്രയും മൂല്യവത്തായ സാധനമൊക്കെ തിളപ്പിച്ച് ചിന്തിക്കളയുന്നതൊക്കെ എങ്ങനെയെങ്കിലും പൈൽ വല്ല ഇസ്ലാം ഉണ്ടാവോ എന്ന് ചോദിക്കാനുള്ള ഒരു ചെറിയ മിനിമം ബുദ്ധി പോലും കാണിക്കണില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനോടൊക്കെ യോജിച്ചെങ്കിലല്ലേ നമുക്കൊരു വീട് നന്നായി തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഭർത്താവ് പറയാം. ഈ ബന്ധുക്കളൊക്കെ വരുമ്പോൾ അത് പാടില്ല ഇത് പാടില്ല പറഞ്ഞ് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറയും. പക്ഷെ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആദർശത്തിനും വിശ്വാസത്തിനും എതിരായ കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ തന്നെ ഒരു പുതിയ വീടുണ്ടാക്കി ഒരാൾ അന്ധവിശ്വാസിയാണ്, ഒരാളൊരു ശരിയായ തൗഹീദിൻ്റെ ആളാണ്, അപ്പോൾ വൈഫ് അങ്ങനത്തെ ഒരു തൗഹീദിൻ്റെ വിശ്വാസിയാണ്. അപ്പോൾ ഭർത്താവ് പറയുകയാണ് നമുക്കിത് പാല് കാച്ചണം എന്ന് പറയാമെന്ന് വിചാരിച്ചോളി. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഐശ്വര്യവും സമാധാനവും ഒക്കെ തരേണ്ടത് ആരാണ്? അള്ളയാണല്ലോ. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കണം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി, മതത്തിൻ്റെ പിന്തുണയില്ലാത്തൊരു പ്രവൃത്തി, അത് വെച്ചിട്ട് നമ്മൾ വീട് തുടങ്ങിയാൽ അള്ളാഹു നമ്മുടെ വീടിനൊരു ഐശ്വര്യം തരാതിരുന്നാൽ നമ്മൾ എന്തു ചെയ്യും എന്ന് വസ്തുനിഷ്ഠമായി ചോദിച്ചാൽ ഏതൊരാളെ മനസ്സിലും അത് തട്ടൂലേ? എനിക്കതാണ് പേടി. ഇവരിപ്പോൾ എന്തിനാണ് ഇത് ചെയ്യണത്? വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പോൾ ഇത്തരമൊരു പൈശാചിക പ്രവർത്തനത്തിലൂടെ ആരംഭിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ബഹുദൈവവിശ്വാസികളായ ആളുകളുടെ വീട്ടിൽ ഇതേ സംഭവം നടന്നാണല്ലോ, അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു യുക്തിരാഹിത്യവും അതിലൂടെ ഉണ്ടാകാവുന്ന അള്ളാഹുവിൻ്റെ ബർക്കത്തുകൾ നമുക്ക് നിരാകരിക്കപ്പെടുന്നതും പറഞ്ഞാൽ ഉള്ളിൽ ഇതേ പേടി തന്നെ ഇത് കാച്ചണത്.
അതേ പേടി തന്നെ ഉള്ളിൽ കയറുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യേണ്ട എന്ന് സ്വാഭാവികമായി തീരുമാനിക്കും. അവിടെ ഇത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അന്ധവിശ്വാസത്തിനെ പ്രചരിപ്പിക്കുന്ന ഉസ്താദുമാരോട് ചോദിച്ചാൽ പോലും ഇത് ശരിയാണെന്ന് അവർ പറയില്ല. ഒരു ദീനിയായിട്ട് മനസ്സിലാക്കിയ ഒരാളോട് വെറുതെ ചോദിക്കുക, ഇത് ഇസ്ലാമികമായി അങ്ങനെ ഒരു പാലുകാച്ചൽ ചടങ്ങുണ്ട് എന്ന് അവരാരും പറയില്ല. മനസ്സിലായി? അതൊക്കെ സമൂഹത്തിൽ നടന്നു വരുന്നതിനെ അവർ മൗനത്തോടെ അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് പ്രായോഗികമായുള്ളത് എന്താ വെച്ചാൽ വിശ്വാസ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അടിയറവ് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പാല് കാച്ചിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല. മൗലൂദ് വെച്ചിട്ട് നമുക്ക് വീട് തുടങ്ങാം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗം എന്താണ്? ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. അങ്ങനെ തന്നെ നമുക്ക് പറ്റുള്ളൂ. ഒന്ന് ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരോട് സംസാരിക്കുന്നുവോ, ഏത് സന്ദർഭത്തിൽ സംസാരിക്കുന്നുവോ ആ സന്ദർഭത്തെയും സമയത്തെയും മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപരമായി നമുക്ക് പറയാനുള്ള ആശയം പറയാന്നുള്ളതാണ്. പിന്നെ വൽ മൗഇദത്തുൽ ഹസന, നല്ല ഉപദേശം. നല്ല ഉപദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തോന്നണം ഇത് എൻ്റെ ഗുണകാംക്ഷ കൊണ്ടും എൻ്റെ ഗുണത്തിന് വേണ്ടിയുമാണ് തന്നെയാണ് പറയണത് എന്ന് എന്ത് ചെയ്യണം? പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്വീകരിക്കും. അപ്പോൾ വളരെ യുക്തിപരമായി നിലനിന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നല്ലാതെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത ഇത്തരം ആദർശ വിഷയങ്ങളിൽ പരമാവധി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ള പ്രായോഗികത മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ.